അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അന്നഹലത്തുൽ ഇന്തിബാഹിയ മഅൻ നവാദിർ ലി തഹ്ഖീഖിൽ അഹ്ദാഫ് അറിവുകൾ നുകരാം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് PSC ഇൻ്റർവ്യൂവിൽ ഒരു അറബിക് ഇൻ്റർവ്യൂവിൽ സെൽഫ് ഇൻട്രൊഡക്ഷന് വേണ്ടി പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയണം, അല്ലെങ്കിൽ ഞാൻ എന്ത് പറയും എന്നുള്ളതാണ്. ഇപ്പം ഞാനിതിവിടെ അവതരിപ്പിക്കുന്നത് ഈ ഒരു പരിചയപ്പെടുത്തലിലൂടെ അവർക്ക് നമ്മളെ അറബി ഭാഷയിലുള്ള എല്ലാവിധ കാര്യങ്ങളും അവർക്ക് പരിപൂർണമായി അറിയണം. പിന്നെ ഈ ഒരു പരിചയപ്പെടുത്തലോട് കൂടിയിട്ട് അവർ നമ്മളോട് നെഹവോ ബലാഅ അറൂല് മറ്റൊരു വിഷയവും ചോദിക്കാത്ത രീതിയിൽ ആണ് നമ്മുടെ ഈ ഒരു പരിചയപ്പെടുത്തൽ ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ആ ഒരു പരിചയപ്പെടുത്തലിലേക്ക് നമുക്ക് പോകാം. പിന്നെ ഞാൻ ഇത്രയും ഒരുപാട് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരാളാണ്, അതും കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. അടുത്തതായി വീഡിയോ നോക്കാം. ഓക്കെ, ഇപ്പോൾ പരിചയപ്പെടുത്താൻ പോണ്. ഇസ്മി സുബൈർ, അഷ്താഖു അൻ അക്കൂന മുദരിസൻ മിസാലിയൻ ഫിൽ മദ്രസത്തിൽ ഉലിയ ലി തഖ്വിയത്തി മഹാറത്തി അൽ ലുഗവിയ വ തഅസീസി മഖ്ദറാത്തി അൽ കാമിന. ഒരു ഇത് കഴിഞ്ഞു. ഇസ്മി സുബൈർ, എൻ്റെ പേര് സുബൈറാണ്. അന സുബൈർ എന്ന് പറഞ്ഞതിനേക്കാൾ നല്ലത് ഇസ്മി സുബൈർ എന്ന് പറഞ്ഞതാണ്. അതാണ് എൻ്റെ ബെറ്റർ കേട്ടോ. അന എന്നുള്ള പ്രയോഗം പരമാവധി കുറയ്ക്കാൻ നോക്കുക. ഓക്കെ, അത് ഞാൻ ഈ വീഡിയോയിൽ പരമാവധി ചെയ്തിട്ടുണ്ട്, നോക്കുക. അഷ്താഖു അൻ അക്കൂന മുദരിസ മിസാലിയൻ, ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. എന്തിനാണ് ആഗ്രഹിക്കുന്നത്? മുദരിസ മിസാലി, ഒരു മാതൃകാപരമായ അധ്യാപകനാവാനാണ് ആഗ്രഹിക്കുന്നത്. ഫിൽ മദ്രസത്തിൽ ഉലിയ, ഇപ്പം ഞാൻ ഓൾറെഡി മദ്രസത്തുൽ ഇബ്തിദായിലാണ്, അപ്പം ഞാനത് പറയരുത്. നിങ്ങൾക്ക് ഏത് ഇൻ്റർവ്യൂ ആണോ ഉള്ളത്, ഇബ്തിദായിൻ്റെ ഇൻ്റർവ്യൂ ആണെങ്കിൽ അങ്ങനെ പറയാം, അല്ലെങ്കിൽ മദ്രസത്തുൽ ഉലിയ എന്ന് തന്നെ പറയാം. നിങ്ങൾ ഏറ്റവും ഹൈ ലെവലാണ് പറയേണ്ടത് എന്നാണ്. ജന്നാത്തുൽ ഫിർദൗസ് ചോദിക്കണേരി, നമ്മൾ അള്ളാഹിനോട് ആ ജന്നാത്തുൽ ഫിർദൗസാണ് ചോദിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ പറയേണ്ടത് ഏറ്റവും ഹൈ ലെവലാണ് പറയേണ്ടത്. അപ്പോൾ ഇനി ഇൻ്റർവ്യൂ LPക്കും പിന്നെ UPക്കൊക്കെ ആണെങ്കിൽ മദ്രസത്തുൽ ഇബ്തിദായിയ എന്നും മദ്രസത്തുൽ മുത്തവസിത്ത എന്നൊക്കെ പറയാം. ഇവിടെ ഇപ്പം ഞാൻ ഹൈസ്കൂളിന് തയ്യാറാവുന്ന ഒരു ഇൻ്റർവ്യൂ ആണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഫിൽ മദ്രസത്തിൽ ഉലിയ, ഹൈസ്കൂളിൽ ലി തഖ്വിയത്തിൽ മഹാറാത്തി അൽ ലുഗവിയ, എൻ്റെ ഭാഷാപരമായ സ്കില്ല് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി വ തഅസീസി മഖ്ദറാത്തി അൽ കാമിന, എൻ്റെ മറഞ്ഞു നിൽക്കുന്ന പിന്നെ എൻ്റെ കഴിവുകൾ അതിനെ റീഇൻഫോഴ്സ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, തഅസീസ് എന്ന് പറഞ്ഞാൽ റീഇൻഫോഴ്സ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഞാൻ അതിയായി ആഗ്രഹിക്കുന്നത് ഒരു മുദരിസ് മിസാലി, എന്താണ്, മാതൃകാപരമായ അധ്യാപകൻ, ഒരു ഹൈസ്കൂളാകാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് പറയുന്നത്. അഫ്തഖിറു ബിൽ ലുഗത്തിൽ അറബിയ, പിന്നീട് നമ്മൾ പറഞ്ഞത് അറബി ഭാഷയെ സംബന്ധിച്ചാണ്. ഞാൻ അറബി ഭാഷയിൽ ഞാൻ എന്ത് ചെയ്യുന്നു, അഭിമാനം കൊള്ളുന്നു. മുന്തു നൊമത്ത് അൽ ഗഫാരി സരി, ഇവിടെ തന്നെ നമ്മൾ എന്ത് കൊണ്ടുവരികയാണ്, ബലാ കൊണ്ടുവരികയാണ്. മുന്തു നൊമത്തി അൽഫാരി സരി, എൻ്റെ ചെറുപ്പകാലം തൊട്ട് എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു ഭാഷ ഇതിൽ ബലാഗിയായിട്ടുള്ള പ്രയോഗമാണ്. നൊമത്ത് അൽഫാർ എന്ന് പറഞ്ഞാൽ നഖത്തിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു ചുവപ്പ്, ആ ഒരു ഇത് ഉണ്ടല്ലോ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ ഒരു ബലാഗിയായ പ്രയോഗമാണ്. ലി അന്നഹ, തീർച്ചയായും അറബി ഭാഷ എന്ന് പറഞ്ഞാൽ ലുഗത്തുൻ ഹയ്യ, അതൊരു ജീവസുറ്റ ഭാഷയാണ്, സജീവമായ ഭാഷയാണ്. ഫിദ്ദാറൈൻ, ഇരു ലോകത്തും. ഫിദ്ദാറൈൻ എന്ന് പറഞ്ഞാൽ ഫിദ്ദാറിൽ എന്താണ്, ഹയാത്ത് വ ഉഖ്റ എന്നുള്ളതാണ്. ഈ ലോകത്തും ഹയാത്തി ദുനിയയിലും അതുപോലെ തന്നെ നമ്മുടെ ആഖിറത്തിലും എന്നുള്ളതാണ് ദാറൈൻ. കമാ വഅദന അല്ലാഹു, നമുക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തതുപോലെ. കമാ വഅദന അല്ലാഹു, നമുക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തതുപോലെ. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്നുള്ള ആയത്തവിടെ ഓതാവുന്നതാണ്. ഓക്കെ, അടുത്തതായി വക്കമാ ഔസാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്തത് നമ്മൾ പറയേണ്ട പോയിന്റ് ഇതാണ്. വക്കമാ ഔസാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് വസിയത്ത് ചെയ്തതുപോലെ. അഹിബുൽ അറബ ലി സലാസിൻ, നിങ്ങൾ അറബികളെ എന്ത് ചെയ്യുക, അറബികളെ അല്ലെങ്കിൽ അറബിനെ നിങ്ങൾ 3 കാര്യങ്ങൾ കൊണ്ട് ഇഷ്ടപ്പെടുക. ലി അന്നി അറബിയുൻ, തീർച്ചയായും ഞാൻ അറബിയാണ്, അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറബിയാണ്. വൽ ഖുർആൻ അറബിയുൻ,
ഖുർആനും എന്താണ് അറബിയാണ്. വ കലാമു അഹ്ലുൽ ജന്നത്തി അറബിയുൻ. സ്വർഗ നിവാസികളുടെ ഭാഷയും എന്താണ്, അവരുടെ സംസാരവും എന്താണ്, അറബിയാണ് എന്നുള്ള ഒരു പോയിൻ്റാണ് അടുത്തതായിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അറബി ഭാഷയെ പറ്റി പറഞ്ഞു. ഇനി അറബി ഭാഷയെ പറ്റിയിട്ട് മറ്റൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. പറയാണ് ലാ യുസാവി അയ്യ ലുഗത്തിൻ, ലാ യുസാവി സമമാകുകയില്ല, അയ്യ ലുഗത്തിൻ ഒരു ഭാഷയും സമമാകുകയില്ല, ഫി അൻഹാ ഇൽ ആലം ലോകത്തുള്ള ഒരു ഭാഷയും സമമാകുകയില്ല, ബിൽ ലുഗത്തിൽ അറബിയ അറബി ഭാഷയോട് ഒരു ഭാഷയും സമമാകുകയില്ല, നദീദൻ തുല്യമായിട്ടും, വലാ ലൊദീദൻ എന്താണ് കഥയൊത്തൊട്ടും, വലാ മസീലൻ സാദൃശ്യപരമായിട്ടും ഒരു നിലക്കും അറബി ഭാഷയോട് എന്ത് ചെയ്യില്ല, വിപരീതമായാലും ശരി, കഥയൊത്തതായാലും ശരി, തുല്യമായിട്ടാണെങ്കിലും ശരി, സാദൃശ്യമായിട്ടാണെങ്കിലും ശരി, എങ്ങനെയാണെങ്കിലും ശരി അറബി ഭാഷയോട് ലോകത്തിൻ്റെ അങ്ങേ തലത്ത് മുതൽ ഇങ്ങേ തലം വരെയുള്ള ഭാഷകൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അറബി ഭാഷയോട് ഒരു ഭാഷയും സമമാവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പറയുന്നത് കമാൻ അല്ലമ ഷാഇറുൽ മഷ്ഹൂർ പ്രസിദ്ധനായ കവി രചിച്ചതുപോലെ ഹാഫിൽ ബേക്ക് ഇബ്രാഹിം രചിച്ചതുപോലെ വസിയത്തു കിതാബ് അല്ലാഹി ലഫ്ലം വഗോയ. എന്നിട്ട് നമ്മൾ ഈ അറൂലയിലെ ഒരു വരി പാടുകയാണ്. അത് നോക്കാം നമുക്ക്. വസിയത്തു കിതാബ് അല്ലാഹി ലഫ്ലം വഗോയ വ അസ്മാഇ മുഖദ്ദറാത്തി അനൽ ബഹ്റു ഫി അഹ്ഷാഹി ദുർറു കാമിനു ഫഹൽ സഅലു ഔവാസു അൻ സദഫാത്തി എന്ന് തുടങ്ങുന്ന ആ വരികൾ അവിടെ ഹാഫിൽ ബേക്ക് ഇബ്രാഹിമിൻ്റെ വരികൾ അവിടെ പാടുക എന്നുള്ളതാണ്. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ അടുത്തതായിട്ട് പറയുന്നത് വലാസിയമ പ്രത്യേകിച്ച് അഫ്തഖിറു ബി ഇൻജാസാത്തി മുദരിസ് ലുഗത്തിൽ അറബിയ. വലാസിയമ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഒരു അധ്യാപക അറബി ഭാഷയുടെ അത് പറഞ്ഞു. ഇനി നമ്മൾ പറയാണ് വലാസിയമ പ്രത്യേകിച്ച് അഫ്തഖിറു ഞാൻ അഭിമാനം കൊള്ളുന്നു ബി ഇൻജാസാത്തി എൻ്റെ കരസ്ഥമാക്കലിൽ, ഞാൻ കരസ്ഥമാക്കിയത് തൊട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, അഭിമാനം കൊള്ളുന്നു. എന്താണ് ഞാൻ കരസ്ഥമാക്കിയത്? മുദരിസ് ലുഗത്തിൽ അറബിയ ആ ഒരു അറബി അധ്യാപകനാവുക എന്നുള്ളതാണ്. ലി അന്നഹുദു സഖാഫത്തിൻ ഫാദില കാരണം അദ്ദേഹം വളരെ ഉത്കൃഷ്ടമായ സംസ്കാരമുള്ളവനാണ്. വ അഖ്ലാഖിൻ അലീമ അതുപോലെ തന്നെ നല്ല മഹത്തായ സൽസ്വഭാവമുള്ള ആളാണ്. ലി ഉർഷിദൽ അജ്യാലൽ മുലില്ല ബിൽ മുഖദ്ദറാത്തി വസായിലിൽ ഇലാമിയ വ ഇദ്മാനിൽ ഇഷ്ക് എന്നുള്ളതാണ്. അതായത് ലി ഉർഷിദ അജ്യാൽ തലമുറകളെ നല്ല നേർവഴിയിലേക്ക് നയിക്കാൻ എന്നുള്ളതാണ്. നേർവഴിയിലേക്ക് ലി ഉർഷിദ എന്ന ഗൈഡാവാൻ, മുർഷിദാവാൻ, മനസ്സിലാവുണ്ടോ? അൽ മുലില്ല വഴി പിഴച്ചു പോയ എങ്ങനെ വഴി പിഴച്ചു പോയ? ബിൽ മുഖദ്ദറാത്ത് ലഹരി കൊണ്ടും, വ മസായിലിൽ ഇലാമിയ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകൾ കൊണ്ടും, വ ഇദ്മാനിൽ ഇഷ്ക് പ്രേമത്തിൻ്റെ ആ ഒരു അഡീഷൻ കൊണ്ടും, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളെ കൊണ്ടും ലഹരി വസ്തുക്കളെ കൊണ്ടൊക്കെ വഴി പിഴച്ചു പോയ തലമുറകളെ നേർവഴിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നല്ല സ്വഭാവമുള്ളവനും നല്ല ഉത്കൃഷ്ട സംസ്കാരമുള്ളവനുമായ ഒരു അറബി അധ്യാപകനാവാൻ അതിന് സാധിച്ചത്, അത് കരസ്ഥമാക്കാൻ സാധിച്ചത് ഞാൻ എന്ത് ചെയ്യുന്നു, പ്രത്യേകം അഭിമാനം കൊള്ളുന്നു എന്നാണ് ഈ സെൻറ്റൻസിൻ്റെ പൂർണ്ണമായ അർത്ഥം. അടുത്തത് ഞാൻ പറയുന്നത് തഹറജത്തു. ഇവിടെയും ഞാൻ അന എന്നുള്ള പ്രയോഗം ഇതാക്കിയിട്ടുണ്ട്. തഹറജത്തു അല്ലെങ്കിൽ അന മുത്തഹരിജുൻ എന്നാണ് പറയേണ്ടത് കേട്ടോ. അന മുത്തഹരിജും ബക്കാലിയസ് ഫുനൂനി തഹ്ത ദൗറത്തി എന്നാണ് കൊണ്ട് ചെറിയ തെറ്റ് പറ്റിയാണ്. തഹ്ത ദൗറത്തി അഫ്ലൽ ഉലമ മിൻ കുല്യത്തിൽ അൻസാറിൽ അറബിയ. അൻസാർ അറബി കോളേജിൽ നിന്ന് എന്താണ് ഞാൻ അഫ്ലൽ ഉലമ കോഴ്സ് അത് എന്താണ് BA ചെയ്തു എന്നാണ്. ബക്കാലിയസുൽ ഫുനൂനി എന്നാൽ ബാച്ചിലർ ഓഫ് ആർട്സ് ആണ്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അത് കരസ്ഥമാക്കി അതിൽ ബിരുദമെടുത്തു എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഓക്കെ. അപ്പോൾ അവിടെ കൊല്യത്തുൽ അൻസാർ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം എന്താണ് വളവന്നൂർ ഖരീബ മിൻ മദീനത്തി കൽപ്പകഞ്ചേരി ഫി മുക്കാത്തയത്തി മലപ്പുറം എന്ന് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. വാന ഖിരീജുൻ അതുപോലെ തന്നെ ഞാൻ എന്താണ് ബിരുദമെടുത്താണ് ബക്കാലിയസ് തർബിയ ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷൻ താലീമിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷനോട് കൂടി മിൻ കുല്യത്ത് ഹിമായത്തുൽ മുസ്ലിമീൻ എന്ന ഒരു കോളേജിൽ നിന്നാണ് ഞാൻ എന്ത് ചെയ്യുന്നത് B.Ed സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഞാൻ ബിരുദമെടുത്തത് എന്നുള്ളതാണ് അതിനർത്ഥം. ഓക്കെ.
അടുത്തത് നമ്മൾ പറയുന്നത് ആത്തസു ബിജിൻസിയത്തി, ഞാൻ എൻ്റെ നാഷണാലിറ്റി കൊണ്ട് ഞാൻ അഭിമാനം കൊള്ളുകയാണ്. അൽ ഹിന്ദ്, ഏതാണ് നമ്മുടെ നാഷണാലിറ്റി? ഹിന്ദിയാണ്, ഇന്ത്യ. വഹിയ അക്ബറു ദസ്തൂർ മിസാലിൻ, ആ ഇന്ത്യക്കുള്ള പ്രത്യേകത എന്താ വെച്ചാൽ അതാണ് ഏറ്റവും മാതൃകാപരമായ ഏറ്റവും വലിയ ഭരണഘടനയുള്ള ഒരു രാജ്യം. ഫി അൻഹായിൽ ആലം, എന്താണ് ഈ ലോകത്തുള്ള അതാണ് എന്താണ് വലിയൊരു രാജ്യം. ജദീറം ബി ദിക്ർ, പ്രത്യേകം എടുത്തു പറയേണ്ടത് വിലായത്ത് കേരള, ഈ കേരള സംസ്ഥാനം എന്നുള്ളത് ലഹു തുറാസുൻ താരീഖിയുൻ, അതിനെന്തുണ്ട്? ചരിത്രപരമായ പൈതൃകമുണ്ട്. മഅ തആതുഫി വത്തറാഹുമി, അനുകമ്പ കൊണ്ടും വത്തറാഹുമി സഹിഷ്ണുത കൊണ്ടും വൽ മുആസതി പരസ്പരം സഹായിച്ചതുകൊണ്ടും ഒക്കെയുള്ള എന്തുണ്ട്? പൈതൃകമുണ്ട്. ഖാസത്തൻ അഹ്ലു മുഖാത്തഅത്തി, മലപ്പുറം, പ്രത്യേകിച്ച് മലപ്പുറം നിവാസികൾ, ലഹും അഖ്ലാഖുൻ ഹസന, അവർക്ക് നല്ല സ്വഭാവമുണ്ട്. മഅൽ വുദ്ദി വത്തആവുൻ, പരസ്പരം എന്താണ് നല്ല ഇഷ്ടത്തിലും അതുപോലെ തന്നെ സഹകരണത്തിലും അവർക്ക് എന്തുണ്ട്? നല്ല സ്വഭാവമുണ്ട് എന്നുള്ളതാണ് നമ്മൾ അവസാനമായി പറയുന്ന പോയിന്റ്. അടുത്തത് ഫി ഉസ്രത്തി, എൻ്റെ കുടുംബത്തിൽ തിസ്അത്തു ആലായിൻ, 9 അംഗങ്ങളുണ്ട്. ഖംസത്തു ഇഖ്വാൻ, അതിൽ 5 ആൾക്കാർ. മിൻഹും അവിടെ കാണുക മിൻഹും ചേർക്കട്ട. തിസ്അത്തു ആലായിൻ മിൻഹും ഖംസത്തു ഇഖ്വാൻ, അതിൽ എന്തുണ്ട്? 5 സഹോദരങ്ങളും. വ അർബു അഖ്വാത്ത്, 4 സഹോദരിമാരുമുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ എന്താ വെച്ചാൽ ഇവിടെയൊക്കെ അതത് മാതൂതും കൂടി നമ്മൾ പ്രയോഗിക്കുകയാണ്. അതത് മാതൂത് വളരെ നിഷ്പ്രയാസം പ്രയോഗിക്കുകയാണ്. മാത്ത അബി അൽ ഹബീബ്, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ മരിച്ചു. ഖബ്ല 16 ആമൻ, 16 വർഷം മുമ്പ് മരിച്ചു പോയിട്ടുണ്ട്. ഫാറക്കത്തിനി, നമ്മൾ പിന്നെ പറയുന്നത് ഫാറക്ക എന്നുള്ള പ്രയോഗമാണ്. ഒന്നുകൂടി സങ്കടപ്പെടുത്തുന്ന ഒരു പ്രയോഗമാണ് ഫാറക്ക. ഫാറക്കത്തിനി അൽ ഉമ്മ, എൻ്റെ ഉമ്മ എന്നെ പിരിഞ്ഞു പോയി. അൽ ഹനൂൻ, വാത്സല്യനിധിയായ ഉമ്മ പിരിഞ്ഞു പോയി. അപ്പോൾ ഇവിടെ നമ്മൾ പലരും ഇതാക്കും ഹനൂന എന്ന് വേണ്ടേ, ഹനൂനത്ത് എന്ന് വേണ്ടെന്ന്, പക്ഷേ ഹനൂൻ എന്ന് മതി. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ നമ്മളെ ഭാഷയിലുള്ള കഴിവ് അവർ മനസ്സിലാക്കും. ഉമ്മി അൽ ഹനൂൻ കബുല സനത്തിൻ വ നിസ്ഫു ഷഹർ, 1.5 വർഷം മുമ്പ്. കബുല സന 1 വർഷം, വ നിസ്ഫു ഷഹർ 1.5 വർഷം മുമ്പ് എന്ത് ചെയ്തു? ഉമ്മയും പിരിഞ്ഞു പോയി എന്നുള്ളതാണ് നമ്മളവിടെ പറയുന്ന ഒരു വിഷയം എന്നുള്ളതാണ്. ഇനി ഹാഫിദ് ബാക്കി ഇബ്രാഹിമിൻ്റെ കവിത നോക്കാം. വസിയുത്തു കിതാബ് അല്ലാഹി ലഫ്ലം വ ഗോയ വമാ ലിഖ്തു അൻ ആയിം ബിഹി വ ഇലാത്തിൻ വ കൈഫ അലൈക്കുൽ യൗമ അൻ വസ്ഫി ആലത്തിൻ വ തൻസീക്കിൽ അസ്മാഇൽ ലിൽ മുഖദ്ദറാത്ത് വ തൻസീക്കി അസ്മാഇൽ. ഇനി നമുക്ക് ഹാഫിദ് ബാക്കി ഇബ്രാഹിമിൻ്റെ കവിത ഒന്ന് പൂർണ്ണമായി പരിചയപ്പെടാം. വസിയുത്തു കിതാബ് അല്ലാഹി ലഫ്ലം വ ഗോയ വമാ ലിഖ്തു അൻ ആയിം ബിഹി വ ഇലാത്തിൻ വകൈഫ അലൈക്കുൽ യൗമ അൻ വസ്ഫി ആലത്തിൻ വതൻസീക്കി അസ്മായി ലി മുഖ്തറആത്തി അനൽ ബഹ്റു ഫി അഹ്ഷാഹി ദുർറു കാമിനു ഫഹൽ സാഅലുൽ ഔവാസ അൻ സ്വദഫാത്തി എന്നുള്ളതാണ് കവിത. ഓക്കെ, താങ്ക് യു, ശുക്രൻ.